ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഭൂതകാലത്തിൻ്റെ നിഗൂഢതകൾ നിരന്തരം പര്യവേഷണം ചെയ്യുന്നു. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിനടുത്തുള്ള ഒരു പുതിയ കണ്ടെത്തൽ കൗതുകകരമായ ചിലത് വെളിപ്പെടുത്തുന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് 6000-ലധികം ഫോസിലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ വംശനാശം സംഭവിച്ച മനുഷ്യ പൂർവിക ജീവവംശമായ ഹോമോ ഇറക്ടസിൻ്റെ അസ്ഥികളും ഉൾപ്പെടുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഹോമോ ഇറക്ടസിൻ്റെ ഒരു അജ്ഞാത വിഭാഗം ജനങ്ങൾ ജീവിച്ചിരുന്നുവെന്നും ഒരുപക്ഷെ ആദ്യകാല ആധുനിക മനുഷ്യരുമായി ഇടപഴകിയിരിക്കാമെന്നും ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. ഇന്തോനേഷ്യൻ ദ്വീപസമൂഹത്തിൻ്റെ മുങ്ങിപ്പോയ ഭാഗങ്ങളിൽ നിന്ന് ഫോസിലുകൾ കണ്ടെത്തുന്നത് ഇതാദ്യമായി എന്നതാണ് ഈ കണ്ടെത്തലിനെ കൂടുതൽ സവിശേഷമാക്കുന്നത്. ഏകദേശം 1,40,000 വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് വളരെ കുറവായിരുന്നു. ജാവ പോലുള്ള ദ്വീപുകൾ സുന്ദർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം വഴി ഏഷ്യൻ വൻകരയുമായി ബന്ധിപ്പിച്ചിരുന്നു. പുൽമേടുകൾ, നദികൾ, വന്യജീവികൾ എന്നിവയാൽ സമൃദ്ധമായിരുന്നു ഈ പ്രദേശം. പുതുതായി കണ്ടെത്തിയ ഫോസിലുകൾ കാണിക്കുന്നത് ആ നദികൾ മത്സ്യങ്ങൾ, ആമകൾ, സ്രാവുകൾ, ഹിപ്പോകൾ എന്നിവയുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്നാണ്. കരയിൽ ആനകൾ, എരുമകൾ, ഇപ്പോൾ വംശനാശം സംഭവിച്ച സ്റ്റെഗോഡൻ എന്ന ആനയെപ്പോലെയുള്ള ഒരു മൃഗം എന്നിവ ഈ പ്രദേശത്ത് വിഹരിച്ചിരുന്നു. ഹോമോ ഇറക്ടസ് ഈ ഫലഭൂയിഷ്ഠമായ ഭൂമിയിൽ, പ്രത്യേകിച്ച് ജാവയ്ക്കും മധുരദ്വീപുകൾക്കുമിടയിൽ ഇപ്പോൾ വെള്ളത്തിനടിയിലായതും മധുര കടലിടുക്കെന്ന് അറിയപ്പെടുന്നതുമായ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നുവെന്നും വേട്ടയാടിയിരുന്നതായും പറയപ്പെടുന്നു. ചില ഫോസിലുകളിൽ മുറിച്ചതായുള്ള അടയാളങ്ങളുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ ആദ്യകാല മനുഷ്യ ബന്ധുക്കൾ ആമകളെയും വന്യമൃഗങ്ങളെയും വേട്ടയാടിയിരുന്നു എന്നാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആമവേട്ടയുടെ ഏറ്റവും പഴക്കമേറിയ തെളിവാണ് ഈ അടയാളങ്ങൾ നൽകുന്നത്. ആധുനിക പശുക്കൾക്ക് സമാനമായ മൃഗങ്ങളെ ഈ ആദ്യകാല ഹോമിനുകൾ വേട്ടയാടിയിരുന്നുവെന്നും ഫോസിൽ സൂചനകൾ സൂചിപ്പിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ഏഷ്യൻ വൻകരയിൽ ജീവിച്ചിരുന്ന ആദ്യകാല ആധുനിക മനുഷ്യരിൽ ഇത്തരത്തിലുള്ള വേട്ടയാടൽ കൂടുതൽ സാധാരണമായിരുന്നു. ഹോമോ ഇറക്ടസ് അവർ സമ്പർക്കം പുലർത്തിയ മറ്റു മനുഷ്യവർഗ്ഗങ്ങളിൽ നിന്ന് ഈ വിദ്യ പഠിച്ചിരിക്കാനുള്ള സാധ്യത ഇത് ഉയർത്തുന്നു. ഹോമോ ഇറക്ടസ് ആരായിരുന്നു? മനുഷ്യ പരിണാമത്തിൻ്റെ കഥയിൽ ഹോമോ ഇറക്ടസിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പുരാതന ഇനം പ്രത്യക്ഷപ്പെട്ടു. ആധുനിക മനുഷ്യരുടേതിന് സമാനമായ ശരീരഘടനയുള്ള നമ്മുടെ പൂർവികരിൽ ആദ്യത്തേതാണിത്. ആഫ്രിക്ക വിട്ട് തെക്കുകിഴക്കൻ ഏഷ്യ വരെ സഞ്ചരിച്ച ആദ്യത്തെ മനുഷ്യവർഗവും അവരായിരുന്നു. വഴിയിൽ നിയാണ്ടർതാലുകൾ, ഡെനിസോവന്മാർ തുടങ്ങിയ പുരാതന മനുഷ്യവർഗ്ഗങ്ങളും ഏഷ്യയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിരുന്നാലും ഈ വ്യത്യസ്ത ജീവിവർഗങ്ങൾക്കിടയിൽ എത്രമാത്രം ഇടപെടൽ നടന്നുവെന്നത് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും കൃത്യമായ അറിവില്ല. ഗവേഷണമനുസരിച്ച് ഹോമോ ഇറക്ടസ് ഏകദേശം 1,17,000 മുതൽ 1,08,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്തോനേഷ്യൻ ദ്വീപായ ജാവയിൽ ജീവിച്ചിരുന്നു. അതിനുശേഷം അവർക്ക് വംശനാശം സംഭവിച്ചു. വളരെ കാലം കഴിഞ്ഞ് ഏകദേശം 77,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വന്തം ജീവിവർഗമായ ഹോമോ സാപ്പിയൻസ് തെക്കുകിഴക്കൻ ഏഷ്യയിലെത്തി. ആധുനിക മനുഷ്യർ അവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹോമോ ഇറക്ടസ് വളരെ കാലം ഈ പ്രദേശത്ത് നിലനിന്നിരുന്നുവെന്ന് ഈ ഗവേഷണങ്ങൾ കാണിക്കുന്നു.